ഹലോ ഗൈസ്, ടെക്നോഗുരു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആൻഡ്രോയിഡ് ആപ്പ് ട്യൂട്ടോറിയൽ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക്, അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് എങ്ങനെയാ മൂവ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ആദ്യമേ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആപ്പിൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. അപ്പം സ്റ്റഡി ബഡി ആപ്പ് നേരത്തെ കാണിച്ച മാതിരിയുള്ള ആപ്പിൽ ഇവിടെ ഇതൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് എനിക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകണം. എന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുമ്പം സെമസ്റ്റർ 3 ഇൻഫർമേഷൻസ് കാണിക്കുന്ന ഒരു പേജിലേക്ക് പോകണം. അപ്പം സെം 3 ക്ലിക്ക് ചെയ്യുമ്പം ഇത് നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകും. അപ്പോൾ കണ്ട, അപ്പോൾ സെമസ്റ്റർ 3 ഇത്ര ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കോഡിങ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ XML ഫയലിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരു ബട്ടൺ പ്ലേസ് ചെയ്യണം. ബട്ടൺ വെച്ച് കഴിയുമ്പം ആക്ടിവിറ്റി മെയിൻ XML സെക്ഷനിലേക്ക് വരണം. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ബട്ടൻ്റെ കോഡ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് ഓൺ ക്ലിക്കിൽ ഒരു ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. ഈ ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ജാവ ഫയൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ ഫയലിൽ വരിക. എന്നിട്ട് പബ്ലിക് വോയിഡ്സ് ആ ഫംഗ്ഷൻ്റെ പേര് വ്യൂ വി. ഈ വ്യൂ എഴുതുമ്പം ഫസ്റ്റ് ടൈം എഴുതുമ്പം ഇവിടെ എറർ കാണിക്കും. അത് നമ്മുടെ ആ ഒരു ഡയലോഗ് ബോക്സിനകത്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ എറർ പോകും. അപ്പം മേളിൽ നോക്കുവാണെങ്കിൽ അത് ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഇമ്പോർട്ട് ലൈൻ വരുമ്പോഴത്തേക്ക് ആ എറർ പോകും. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ കോഡാണ് എഴുതേണ്ടത്. ഇതിനകത്ത് ഇൻഡന്റിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻഡന്റ് എഴുതുമ്പോഴും ഒരു എറർ വരും. ആ എറർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ വരുന്ന ഓപ്പൺ ബോക്സിനകത്ത് ഡയലോഗ് ബോക്സിൽ നിന്ന് ഇൻഡന്റിനെ ഇമ്പോർട്ട് ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻഡന്റ് i = ന്യൂ ഇൻഡന്റ് ബ്രാക്കറ്റിനകത്ത് ഇതാണ് നമ്മൾ നിൽക്കുന്ന ആക്ടിവിറ്റി. മെയിൻ ആക്ടിവിറ്റിക്കകത്ത് നിൽക്കുന്നത് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്സിന്ന് മെയിൻ ആക്ടിവിറ്റി 6 ഡോട്ട് ക്ലാസ്സിലേക്കാണ് നമ്മൾ കോഡ് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ഏത് ആക്ടിവിറ്റിയിലോട്ടാണ് പോകുന്നത് അതിൻ്റെ ഫയൽ നെയിമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഏതാണ് ആക്ടിവിറ്റി. അതിൻ്റെ ഡോട്ട് ക്ലാസ് ഫയലിന് എഴുതണം. എന്നിട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഈ ഇൻഡന്റിനെ ഇതിനകത്ത് വിളിക്കണം. അപ്പോൾ ഈ കോഡ് എഴുതുമ്പോഴത്തേക്ക് ഈ കാണിച്ച മാതിരി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെമസ്റ്റർ 3 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്ക് പോകും. ഇങ്ങനെ തന്നെയാണ് ഓരോ ആക്ടിവിറ്റിയും നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ മൈ കോളേജ് എന്ന് പറയുന്നുണ്ട്, അത് ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകേണ്ട കോഡ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.